ശ്രീ വി ജോയ് ഷാഫി. വി ജോയ് സാർ, ഇൻഷുറൻസ് പരിരക്ഷയെ സംബന്ധിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു. ഈ മത്സ്യബന്ധന യാനങ്ങൾ തുറമുഖങ്ങളിൽ നിന്നും അല്ലാതെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്നുണ്ട്. അപ്പോൾ ഒരു യാനത്തിൽ എത്ര പേർ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു കണക്ക് പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല. ഏതെങ്കിലും അപകടത്തിൽ പെടുമ്പോഴാണ് അതിനകത്ത് 15 പേരുണ്ടായിരുന്നു, 12 പേരുണ്ടായിരുന്നു, 8 പേരുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് നമുക്ക് അത്തരത്തിലൊരു കൃത്യമായിട്ടൊരു വിവരം ശേഖരിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. യെസ് മിനിസ്റ്റർ. സാർ, ഇത് സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ നിയമം ഉണ്ടാക്കിയത്, ഇപ്പോൾ ഇതിൻ്റെ ചട്ടം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ അത് കർശനമാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഹാർബറുകളിൽ നിന്നും നമ്മുടെ ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിൽ നിന്നും പോകുന്നത് കൂടാതെ ഈ 600 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇടക്കിടക്കുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം മത്സ്യത്തൊഴിലാളികൾ പോകും. ഈ പോകുന്നവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. നമ്മളിപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പോകുന്നവരെ ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ബോട്ട് ഉടമയുടെ പേരിൽ അടക്കം നടപടി സ്വീകരിക്കും എന്ന തരത്തിലുള്ള നല്ല ഇടപെടി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പുതിയ തലത്തിൽ ഇത് ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം പരമ്പരാഗതമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി അവർ മാറാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെയൊക്കെ നല്ല ബോധവൽക്കരണ പരിപാടിയും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. ഈ കാര്യം പ്രത്യേകമായി ഗവൺമെൻറ് പരിഗണിക്കേണ്ട വിഷയമാണ് എന്ന കാര്യം പറയാൻ